നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായ വാർത്തയാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. കാണാതായ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. 13 വയസ്സുകാരിയാണ് കണ്ടെത്തിയത്. താമരം എക്സ്പ്രസിൽ വെച്ചാണ് കുട്ടിയെ കണ്ടെത്തിയത്. മലയാളി സമാജം പ്രവർത്തകരാണ് ഈ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തത്. ഏതാണ്ട് 37 മണിക്കൂറായി കേരളം മുൾമുനയിൽ ആയിരുന്നു. കേരളത്തിന്റെ പുത്രിയല്ല, മറിച്ച് ഇന്ത്യയുടെ പുത്രി എന്ന നിലയിൽ തന്നെ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയവരാണ് എങ്കിൽ പോലും നമ്മുടെ മകൾ എന്ന നിലയിൽ തന്നെ നടത്തിയ അന്വേഷണം, പ്രത്യേകിച്ച് കേരള പോലീസ് 1 മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ നടത്തിയ ഇടപെടലുകൾ, ഏറ്റവും ഒടുവിൽ ഇതാ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വീട്ടിൽ നിന്ന് ഇണങ്ങി ഇറങ്ങിപ്പോയ പെൺകുട്ടിയെ 37 മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തിയിരിക്കുകയാണ്. പെൺകുട്ടിക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെയില്ല എന്നുള്ളതാണ് മറ്റ് സന്തോഷകരമാകുന്ന വിവരം. പെൺകുട്ടി പ്രതികരിച്ചപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോയത് എന്ന് തന്നെയാണ് ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന്, പിണങ്ങിപ്പോന്നത് എന്ന് തന്നെയാണ് ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള പ്രതികരണം എന്നതും ഏറെ സന്തോഷകരമാണ്. പക്ഷേ ആ പെൺകുട്ടി വീട്ടിലേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നോ, അമ്മയുടെ ഭാഗത്ത് നിന്ന് രണ്ടാനമ്മ എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ കുട്ടി നേരിട്ടിരുന്നോ എന്നതൊക്കെ ഇനി അറിയേണ്ടതുണ്ടോ. പക്ഷേ മലയാളക്കരയ്ക്ക് ഏറ്റവും സന്തോഷകരമാകുന്ന ഒരു വിവരം ഇതാ, നമ്മൾ തേടിയിരുന്ന 13 വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു. മലയാളികൾ തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, 37 മണിക്കൂർ നീണ്ട തെരച്ചിൽ, രാജ്യവ്യാപകമായി മലയാളികൾ നടത്തിയ പരിശോധന എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതാ മലയാളികൾ തന്നെ ആ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആശ്വാസകരമായ കാര്യം, ആ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വിജയവാഡയിൽ വെച്ചെന്നാണ് ആ കുട്ടിയെ കണ്ടെത്തിയത്. അതായത് താമ്പരം എക്സ്പ്രസിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ഗുവാഹട്ടിയിലേക്കുള്ള യാത്ര, ചെന്നൈ വരെ കുട്ടി എത്തിയതിന് തെളിവുകൾ ഉണ്ടായിരുന്നു. പോലീസ് അത് പുറത്തുവിട്ടിരുന്നു. ചെന്നൈയിലേക്ക്, അതായത് ബംഗളൂരുവിലേക്കാണോ അല്ലെങ്കിൽ ഗുവാഹട്ടിയിലേക്കാണോ, സ്വദേശമായ ആസാമിലെ ഗുവാഹട്ടിയിലേക്കാണോ പോയതെന്ന സംശയമാണ് ഉണ്ടായത്. ഗുവാഹട്ടിയിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു കുട്ടിയെ ആന്ധ്ര മലയാളി അസോസിയേഷൻ പ്രവർത്തകർ കണ്ടെത്തിയത്. കുട്ടിയെ ഇപ്പോൾ RPF വിജയവാഡയിൽ വെച്ച് RPF റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ കൈമാറിയിട്ടുണ്ട്. ഇനി നിയമപരമായ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. എങ്കിലും ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ് കുട്ടിയെ കണ്ടെത്തി എന്നുള്ളത്. കാരണം കുട്ടിക്ക് 13 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചു എന്ന സംശയങ്ങൾ, ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നുമില്ലാതെ പൂർണ്ണ ആരോഗ്യവതിയായി ആ കുട്ടിയെ ആന്ധ്രയിലെ മലയാളി സമാജ പ്രവർത്തകർ കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന മുഹൂർത്തം. അവരെ സൂചിപ്പിച്ച പോലെ മലയാളിയല്ല, ആ കുട്ടിക്ക് മലയാളവുമായി കേരളവുമായി ഉള്ള ബന്ധം 2-3 ആഴ്ചത്തെ മാത്രം ബന്ധമാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് ഒരു കുട്ടിയെ കാണാതായുമ്പോൾ ഒരു മലയാളിയെ കാണാതാവുന്നത് പോലെ തന്നെ, മലയാളി കുട്ടിയെ കാണാവുന്നത് പോലെ തന്നെ ആ ഒരു അന്വേഷണമാണ് പോലീസും നടത്തിയത്. അത്തരത്തിൽ ആ ഒരു അന്വേഷണത്തിനൊടുവിൽ ആ കുട്ടിയെ കണ്ടെത്തിയത് സ്വാഭാവികമായും സംസ്ഥാനത്തിലെ കേരളത്തിലെ ഒന്നടങ്കം അഭിമാനിക്കാവുന്ന ഒരു വിഷയമാണ്. അഭിലാഷ്, തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്നത് പോലെ മലയാളിയല്ലാത്ത പെൺകുട്ടിയാണ് എങ്കിൽ പോലും 13 വയസ്സുള്ള പെൺകുട്ടി, വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ ആയിരുന്നു ഓരോ മലയാളിയും എന്നതാണ് അക്ഷരാർത്ഥത്തിൽ പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴിതാ 37 മണിക്കൂറിന് ശേഷം കേരളത്തിന് പുറത്തു വെച്ചുകൊണ്ട് വിശാഖപട്ടണത്ത് നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തുന്നു. അതും മലയാളികൾ ആയിട്ടുള്ള മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആണ് ഈ പെൺകുട്ടിയെ കണ്ടെടുത്തത്. മണിക്കൂറുകൾ നീണ്ട ആശങ്കയ്ക്കാണ് ഇവിടെ വിരാമമിടുന്നത്. തസ്മി തംസുവിനെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തുന്നു. ഇന്നലെ രാവിലെ ആയിരുന്നു ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയത്. ആ പെൺകുട്ടി ഉപദ്രവിച്ചതിന്റെ പേരിലാണ് ആ പെൺകുട്ടി പിണങ്ങിപ്പോയത് എന്നുള്ളതായിരുന്നു വിവരം. പക്ഷേ എവിടേക്കാണ് പോയത്, പെൺകുട്ടി ഏത് ട്രെയിനിൽ യാത്ര ചെയ്തു എന്നതൊക്കെയുള്ള കാര്യങ്ങളിൽ വലിയ ആശങ്കയും സംശയവും ഒക്കെയാണ് നിലനിന്നിരുന്നത്. എങ്കിൽ കേരള പോലീസും ഓരോ മലയാളികളും സ്വയം ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ തെരച്ചിൽ എന്ന് തന്നെ വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്നു. കാരണം ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്തപ്പോൾ സംശയം തോന്നിയ മറ്റൊരു യുവതിയെടുത്ത ചിത്രം പോലും ഈ കണ്ടെത്തലിൽ അതീവ നിർണായകമായി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ നടത്തിയ തെരച്ചിലിൽ ആയിരുന്നു പെൺകുട്ടി നാഗർകോവിലിൽ ഇറങ്ങി അവിടെ നിന്ന് പിന്നീട് വെള്ളം ശേഖരിച്ച് അതേ ട്രെയിനിൽ തന്നെ പോയി അവിടെ നിന്ന് കന്യാകുമാരിയിലേക്ക് ആണ് എത്തിയത്. അവിടെയാണ് കന്യാകുമാരിയിലെ
ട്രെയിനിൽ ഇറങ്ങിയതിന് ശേഷം എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാം തന്നെ ഈ വാർത്ത തത്സമയ വിവരങ്ങൾ, ഏറ്റവും പുതിയ അപ്ഡേഷനുകൾ അടക്കം മലയാളികളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടക്കമുള്ള മലയാളികളും ഈ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലിന്റെ ഭാഗമാവുകയായിരുന്നു. അങ്ങനെ നടത്തിയ ഒരു പരിശ്രമത്തിന് ഒടുവിൽ ആണ് ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചത്. നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയല്ല, അസമിൽ നിന്നുള്ള പെൺകുട്ടിയായിരുന്നു. അവർ ഈ പ്രദേശത്ത് താമസം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. പരിസരവാസികൾക്കടക്കം ഈ പെൺകുട്ടിയെക്കുറിച്ചോ മറ്റുമൊന്നും തന്നെ കൂടുതലായി വിവരങ്ങൾ അറിയാതിരുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ആശ്വാസകരമാകുന്ന വാർത്ത, ഏറ്റവും ആശ്വാസകരമാകുന്ന വാർത്ത, 2 ദിനം എന്ന് തന്നെ നമുക്ക് പറയേണ്ട സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അങ്ങനെ പെൺകുട്ടിക്ക് വേണ്ടി 37 മണിക്കൂർ കാത്തിരുന്നു. എവിടെയാണ് പെൺകുട്ടി എന്നറിയാതെ വിഷമിച്ചിരുന്നു. ഇപ്പോഴിതാ വിശാഖപട്ടണത്ത് നിന്നുള്ള മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ പെൺകുട്ടിയെ കണ്ടെത്തുന്നു. ആരോഗ്യവതിയായി തന്നെയാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് എന്നത് തീർച്ചയായും ഏറ്റവും സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ, കാത്തിരിപ്പിനൊടുവിലാണ് 13 വയസ്സുകാരിയെ കണ്ടെത്തുന്നത്. അരുൺ, ഒരുപക്ഷെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഉണർന്നു പ്രവർത്തിക്കുന്നു. അവർ വളരെ പെട്ടെന്ന് ദൃശ്യങ്ങൾ ശേഖരിക്കുന്നു, വീണ്ടും CCTV പരിശോധിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പോലും മലയാളികളുടെ ഒരു ജാഗ്രത, മലയാളി പെൺകുട്ടിയെ അല്ല കാണാതെ പോയതെങ്കിലും കേരളത്തിൽ നിന്നാണ് ആ പെൺകുട്ടിയെ കാണാതായത്. അങ്ങനെ കേരളത്തിന്റെ മകൾ എന്ന നിലയിൽ തന്നെ ഓരോ മലയാളിയും നടത്തിയ ഇടപെടലിന്റെ കൂടി ഫലമല്ലേ ഈ പെൺകുട്ടിയെ കണ്ടെത്തിയതിന് പിന്നെ? തീർച്ചയായും. കാരണം അഭിലാഷ്, ഈ ഒരു പെൺകുട്ടിയെ കാണാതെ പോയി എന്തെങ്കിലും ഇതിൽ അപകടം ആ കുട്ടിക്ക് സംഭവിച്ചിരുന്നുവെങ്കിൽ സ്വാഭാവികമായും കേരളത്തിൽ നാണക്കേടെ മാറിയേനെ. അത് ഒരുപക്ഷെ കുട്ടി സ്വമേധയാ ഇറങ്ങിപ്പോയതാകാം. അവിടെ സർക്കാരിന്റെയോ പോലീസിന്റെയോ ഒന്നും ഒരു വീഴ്ചയെന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന, അവർക്ക് അപകടം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മറികടന്ന് ആ കുട്ടിയെ തിരിച്ചു കിട്ടി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് പെൺകുട്ടി വീട്ടിലുണ്ടാകുന്നത്. അമ്മയോട് പിണങ്ങി പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ അമ്മയോട് പിണങ്ങി വീട് വിട്ടു പോകുന്നത്. ആ പെൺകുട്ടി വീട് വിട്ടു പോയ കാര്യം പോലീസ് അറിയുന്നത് വൈകിട്ട് 3 മണിയോടുകൂടിയാണ്. ഞാൻ ഏറെ നേരം ഈ കേസ് അന്വേഷിക്കുന്ന കഴക്കൂട്ടം SIയോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഈ ഗോൾഡൻ അവർ എന്ന് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട സമയം, ഈ പെൺകുട്ടി മിസ്സായി എന്ന് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം വീട്ടുകാർ അത് അറിയിച്ചത് വൈകിട്ട് 3 മണിയോടുകൂടി മാത്രമാണ്. അതായത് 10 മണിക്ക് പോയ ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞാണ് പോലീസ് പോലും ഈ വിവരം അറിയുന്നത്. യഥാർത്ഥത്തിൽ 3:30 മണിയോടുകൂടി ആ പെൺകുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു. അതായത് പോലീസ് വിവരം അറിഞ്ഞു വരുമ്പോൾ ആ പെൺകുട്ടി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി, ഐലൻഡ് എക്സ്പ്രസ് കയറി കന്യാകുമാരിയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. അത് ആ സമയം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ സമയത്തിന് മുമ്പ് അറിഞ്ഞെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ വെച്ച് തന്നെ പെൺകുട്ടിയെ പോലീസിനെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. ട്രെയിൻ കേരളം വിടുന്നതിന് മുമ്പ് തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അതുണ്ടായില്ല. എന്നിട്ടും പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു, സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു. RPFന്റെയും തമിഴ്നാട് പോലീസിന്റെയും ഒക്കെ വലിയ നിസ്സഹകരണം വിഷയത്തിലുണ്ടായി. കേരള പോലീസും പൂർണ്ണമായും അവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണിക്കൂറുകളിൽ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി. എന്നിട്ട് പോലും ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി എന്നത് ചെറിയ കാര്യമല്ല. അതും 13 വയസ്സുള്ള കുട്ടിയാണ്. ഏതെല്ലാം തരത്തിൽ ആ കുട്ടിക്കെതിരെ അതിക്രമം ഉണ്ടാകാമായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടാകാതെ ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ ഒരു മനസ്ഥൈര്യവും അല്ലെങ്കിൽ അവളുടെ ഒരു ധൈര്യവും ഒക്കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം